ബ്ലാക്ക്, ഈ ഒരു ബ്ലാക്ക് അതൊക്കെ കൂടെ ഞാൻ അത്യാവശ്യം ഒരു കോംബോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. അപ്പോൾ ആദ്യം നമ്മൾ വണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നൊരു വീഡിയോ ആണ്. നല്ല കിളിയുടെ ചിലയുണ്ട്, എടുത്തുകൊണ്ട് വരുന്നൊരു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നേരം വെളുത്ത് തുടങ്ങി, രാവിലെ വെട്ടമൊക്കെ വന്നു തുടങ്ങി. നമ്മൾ ഇപ്പോൾ 2-ാം കുറ്റി ആവാറായി. ഇവിടുന്ന് ഇനിയൊരു 40 കിലോമീറ്ററും കൊണ്ട് കൊല്ലത്തോട്ട്. അയ്യോ, ഞാൻ ഈ രാവിലെ തന്നെ വന്ന് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റൈഡുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഡയറക്റ്റ് അങ്ങോട്ടായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ രാവിലെ എണീറ്റ് വന്നത്. അറിയാമല്ലോ, പൊതുവേ എനിക്ക് രാവിലെ എണീക്കാൻ മടിയുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ റൈഡും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ പോയല്ലേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങ് പോവും. ഒന്ന് എണീച്ച് കിട്ടിയ റൈഡൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമാണ്. കാരണം രാവിലെ ഓടിക്കാൻ നല്ല രസമാണ്. നമ്മുടെ മോർണിംഗ് റൈഡ് കാണുന്നവർക്കറിയാം, ഭയങ്കര രസമാണ്. ഒരു ട്രാഫിക് ഇല്ല, ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ രസമാണ് ഓടിക്കാൻ. കോൾ സ്റ്റാർട്ടാണ്. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ നോക്ക്, താന്ന് മാറിയും പൊങ്ങിയിരിക്കുന്നത്. എനിക്കത് കുറച്ച് യൂസ്ഡ് ആവാൻ കുറച്ച് ഇതുണ്ടായിരുന്നു. പോട്ടെ. ഓ ഗായ്സ്, പെട്രോൾ അടിക്കണം. ഇപ്പം ഞാൻ അവിടെ ഒന്ന് മാറ്റിയിട്ട് പെട്രോൾ അടിച്ചിട്ട് ഞാൻ അതിൻ്റെ എക്സോസ്റ്റ് ഒന്ന് പ്രോപ്പറായിട്ട് കേൾപ്പിക്കാം. ലൗഡൊന്നുമല്ല, യാ മോനെ സ്വീറ്റാണ് കേട്ടോ. വണ്ടി ഇപ്പം സെറ്റായി, കുട്ടപ്പനായി. PPFൻ്റെ ചെറിയ ബബിൾസ് ഉണ്ട്, അത് ക്ലിയർ ആയിക്കോളും. നമ്മൾ ചെറിയൊരിടത്ത് ഒരു ആരോ കൊണ്ടുവന്ന് കുറച്ച് അവന്മാർ കൊണ്ട് സ്ക്രാച്ച് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് PPF ഒട്ടിച്ചു. PPF ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവിടെ പെയിൻ കട്ട് വരാൻ. സോ ഗൈസ്, ഫൈനലി നമ്മൾ പെട്രോളൊക്കെ അടിച്ചു. നമ്മുടെ മഴയൊക്കെ തോന്നിക്കുവാണ്. നമ്മുടെ യോഷിമുറ ഈസ് ഹിയർ. അപ്പോൾ ഇതാണ് യോഷിമുറയുടെ സൗണ്ട്. നമ്മുടെ SC പോലെ ലൗഡോ കാര്യങ്ങളോ ഒന്നുമല്ല, സംഭവം നൈസാണ്. നൈസ്. എനിക്ക് ഈ ഒരു സൗണ്ടാണ് പൊതുവേ. ഇതെന്താണോ ചേട്ടാ ഉദ്ദേശിക്കുന്നത്? എന്താണ് ചേട്ടാ? ഞാൻ വിചാരിച്ചു നേരെ എടുക്കാനാണ്. ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന സാധനം ആൾക്കാർക്ക് ഇടാൻ ഭയങ്കര മടിയാണ്. ചില സമയത്ത് അങ്ങ് ദേഷ്യം വരും. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ട് സൗണ്ട് എന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് നമ്മുടെ SC പോലെ ലൗഡ് അല്ലെന്നല്ല, SC നൈസായിരുന്നു. ലൈക്ക് ഹയർ RPM ഒക്കെ പോയി ഒരു നല്ല സ്ട്രെച്ച് റോഡൊക്കെ കിട്ടുമ്പോൾ SC നൈസാണ്. പക്ഷെ എപ്പോഴും ഐഡിയലി നിൽക്കുന്ന സമയത്ത് അതെനിക്ക് ഒരുപാട് ലൗഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അതാണ് ഞാനിങ്ങനെ നമുക്കൊരു വേറെ എക്സോസ്റ്റ് വേണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും സെറ്റാണ്. ഇപ്പോൾ നമുക്കാണെങ്കിലും ലോങ് പോവാണെങ്കിലും നമുക്ക് ഒരുപാട് അങ്ങോട്ട് പ്രശ്നം വരുന്നില്ല. അത്യാവശ്യം നൈസ് സൗണ്ടുമാണ്.
എക്സോസ് ചേഞ്ച് ചെയ്തിരിക്കുന്നു, വണ്ടിക്ക് PPFൻ്റെ കാര്യമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാം കൊണ്ടും ഇപ്പോൾ വണ്ടി ലൈക്ക് ഓൾമോസ്റ്റ് ഇൻ എ സെൻസ് ബ്രാൻഡ് ന്യൂ ആയിട്ട് തന്നെ ലുക്ക് വൈസ് ആണെങ്കിലും അതിൻ്റെ സർവീസും കാര്യങ്ങളും എല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുവാണ്. നമ്മുടെ ഗോസ്റ്റ് മോൾ വേണ്ട വെളിയിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലേ വണ്ടി നമ്മൾ PPF ഒന്നുകൂടെ വേണ്ടി ഈ സൈഡിലൊക്കെ ആരോ വന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് ഈ സൈഡൊക്കെ സ്ക്രാച്ച്ഡ് ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഒന്നുകൂടെ PPF ചെയ്തു. അപ്പോൾ PPF ചെയ്തതിൻ്റെ ഗുണത്തിലാണ് കേട്ടോ കാര്യമായിട്ട് നമുക്ക് നമ്മുടെ പെയിൻ്റ് ഒന്നും കട്ടാവാതിരുന്നത്. ആ ഫിലിമിൻ്റെ മണ്ടയ്ക്ക് മാത്രമേ ആ സ്ക്രാച്ച് വീണുള്ളൂ. അപ്പോൾ ആ ഫിലിം മാറ്റി കളഞ്ഞിട്ട് വേറൊരു ഫിലിം ഒട്ടിച്ചു. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമുക്ക് PPF ചെയ്യുമ്പോൾ ഉള്ള ഗുണം. അപ്പോൾ നമ്മൾ PPFും കാര്യമൊക്കെ ചെയ്തത് നമ്മുടെ ഗിയറോണിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും PPF കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി കോൺടാക്ട് ചെയ്താൽ മതി. നല്ല നൈസ് വർക്കാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് തന്നായിരുന്നു. മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഈ ഒരു എക്സോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊരു കസ്റ്റം മിഡ് പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബാക്കിലെ ഈ ഒരു സ്ലിപ്പോൺ നമ്മൾ കയറ്റിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ മിഡ് പൈപ്പ് നമ്മൾ കസ്റ്റമായിട്ട് പണിയിപ്പിച്ചിട്ട് നമ്മുടെ യോഷിമുറയുടെ ഒരു സ്ലിപ്പോൺ വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് ഇച്ചിരി ഹൈറ്റ് കൂടിയാണ് നിൽക്കുന്നത്. നമ്മൾ ഇനി ഇത് കുറച്ചുകൂടെ ഹൈറ്റ് ഒന്ന് കുറയ്ക്കണം. ഞാൻ ഇനിയിപ്പോൾ കൊണ്ടുപോകുമ്പോൾ അത് കുറച്ച് അവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റ് കുറച്ച് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം. ഇപ്പോൾ വണ്ടി കോൾ സ്റ്റാർട്ടാണ്. ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് വണ്ടി നമുക്ക് വേണ്ട 2 റബ്ബ് കൊടുക്കാം. എങ്ങനെയുണ്ട് സൗണ്ട് ഒന്ന് നോക്കാം. സോ ഗൈസ് നിങ്ങളിപ്പോൾ കേട്ടില്ല, അതാണ് നമ്മുടെ യോഷിമുറ എക്സോസ്റ്റിൻ്റെ ഒരു സൗണ്ട്. ഒത്തിരി ലൗഡൊന്നുമല്ല, കാരണം ഒരു ലോങ് എക്സോസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു സൗണ്ടാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് ലൗഡാണെങ്കിൽ നമുക്കത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. അക്രയാണെങ്കിൽ അത്യാവശ്യം ലൗഡാണ്. പക്ഷേ എനിക്ക് അക്രയുടെ സൗണ്ട് SCയെക്കാട്ടിൽ ഒരുപാട് ഇഷ്ടമാണ്. SC ടു മച്ച് ലൗഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ യോഷിമുറയുടെ സൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറയുക. ഈ ഒരു ബ്ലാക്ക് അതൊക്കെ കൂടെ ഞാൻ അത്യാവശ്യം ഒരു കോംബോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനകത്തും ചെറിയ റെഡ് ആയ യോഷിമുറ ബ്രാൻഡിങ്ങും പിന്നെ നമ്മുടെ വണ്ടിയാണെങ്കിൽ റെഡും ബ്ലാക്കും കൂടെ ചേർന്നാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ എനിക്ക് ഈ വണ്ടിക്ക് നല്ലതായിട്ട് സ്യൂട്ട് ആവുന്നെന്ന് ഫീൽ ചെയ്തു. പിന്നെ ഇതിൻ്റെ ഒരു ഹൈറ്റിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ആ മിഡ് പൈപ്പ് കസ്റ്റമായിട്ട് തന്നെ പണിയിപ്പിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ വണ്ടി നീറ്റ് ആൻഡ് ക്ലീനാണ് ആൻഡ് ലുക്ക് സോ ഗുഡ്. അപ്പോൾ സൗണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ റൈഡ് ചെയ്ത സമയത്തൊക്കെ ആണെങ്കിലും എനിക്ക് ഒരുപാട് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല സൗണ്ടാണ്. നമ്മുടെ സ്റ്റോക്കിൻ്റെ സൗണ്ടിനെക്കാട്ടിലും കുറച്ച് ലൗഡാണെന്നേ ഉള്ളൂ. ബട്ട് ഹയർ RPM പോകുമ്പോൾ പ്രോപ്പർ ആ ഒരു ഇൻലൈൻ 4 സിംഫണി നമുക്ക് കിട്ടുന്നതാണ്. എക്സോസ്റ്റ് സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഏത് എക്സോസ്റ്റ് ആയിരുന്നു യോഷിമുറ അല്ലാതെ നിങ്ങൾ പ്രിഫർ ചെയ്തത്? അക്ര ആണെങ്കിൽ I do പ്രിഫർ അക്ര. ബട്ട് അക്ര ഇപ്പോൾ അവൈലബിൾ അല്ലായിരുന്നു. സോ ഞാൻ എന്തായാലും യോഷിമുറയിലോട്ട് പോയി. എനിക്കൊന്ന് ഇതിൻ്റെ ഒരു മാച്ചിങ് ആണ്, ഇതിൻ്റെ കളേഴ്സാണ്. നമ്മുടെ ഫുൾ ഒരു ബ്ലാക്ക് ആണല്ലോ, നമ്മുടെ ഗോസ്റ്റ് മോൾ ഫുൾ ഒരു ബ്ലാക്ക്ഡ് ഔട്ട് ലുക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിന് ഈ ഒരു നല്ല ഫുൾ മാറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റും കൂടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. സോ ഇറ്റ് ലുക്സ് ഗുഡ് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പീസ്.